കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള പെരുങ്കുളം എന്ന ഗ്രാമത്തിൽ ഒരു ദേശസാൽകൃത ബാങ്കുകൾക്കും ATM ഇല്ല. പക്ഷേ ഇവിടെ ബാപ്പുജി സ്മാരക ഗ്രന്ഥശാല ഒരു ATM സ്ഥാപിച്ചു. അവർ പുസ്തകക്കൂടെന്ന് വിളിക്കുന്ന പുസ്തക ATM. ഏത് സമയത്തും ആർക്കും പുസ്തകക്കൂടിൽ നിന്ന് പുസ്തകങ്ങൾ എടുക്കാം. ഒരു നിബന്ധന മാത്രം: നിങ്ങളുടെ കൈവശമുള്ള ഒരു പുസ്തകം വെച്ച ശേഷമായിരിക്കണം പുതിയൊരെണ്ണം എടുക്കുന്നത്. പണമില്ലാത്ത ATM-ന് മുന്നിൽ ക്യൂ നിന്നും അടുത്ത ജനങ്ങൾ പുസ്തക ATM-ന് മുന്നിൽ അങ്ങനെ ക്യൂ നിൽക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ നിബന്ധന. ATM-ന് കാവൽ ആരെന്ന് ചോദിച്ചാൽ നന്മയുള്ള നാട്ടുകാരെല്ലാവരും എന്ന് ഉത്തരം. ഈ പുസ്തകക്കൂട് ഇവിടെ സ്ഥാപിക്കാൻ ഞങ്ങൾക്ക് പ്രചോദനമായത് അന്തർദേശീയ അടിസ്ഥാനത്തിൽ പ്രസിദ്ധി ആർജിച്ച ലിറ്റിൽ ഫ്രീ ലൈബ്രറി എന്ന പ്രസ്ഥാനമാണ്. ഈ പുസ്തകങ്ങൾ കിട്ടുന്ന ഒരുപക്ഷെ കേരളത്തിലെ ആദ്യത്തെ ഒരു പുസ്തകക്കൂടായിരിക്കാം പെരുങ്കുളം സ്ഥാപിച്ചിട്ടുള്ളത്. പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ പുസ്തകക്കൂട് വൻ വിജയമായതോടെ ഗ്രാമത്തിന് പുറത്തും പുസ്തക ATM-കൾ സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് ഗ്രന്ഥശാല. ബസ് കാത്തു നിൽക്കുന്നവരെല്ലാം ഇപ്പോൾ പുസ്തകക്കൂടിന് ചുറ്റുമാണ്. ബസ് വരുന്നതുവരെ വായന തന്നെ ലക്ഷ്യം. പുതിയ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന മൂല്യച്യുതികൾക്കെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട പരിഹാരമാർഗം വായനയെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. വായനയിലേക്ക് തിരിയുക എന്നുള്ളതാണ് ഇനിയുള്ള കാലത്ത് വായനശാലകൾക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ആൾക്കാരെ എല്ലാം വായനയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനായിട്ടാണ് ഞങ്ങൾ ബാപ്പുജി സ്മാരക വായനശാല ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. ഈ സംരംഭത്തിന് പിന്തുണ അറിയിച്ച് കയ്യിലുള്ള പുസ്തകം പുസ്തകക്കൂട്ടിൽ വച്ച ശേഷം പകരം പുസ്തകം എടുക്കാതെ പോയവരും നിരവധി. ഇനി പുസ്തകക്കൂട് സ്ഥാപിക്കുമ്പോൾ വലിപ്പം ഇത് മതിയാകില്ലെന്ന തിരിച്ചറിവ് ഗ്രന്ഥശാല പ്രവർത്തകർക്കുണ്ട്. അറിവിന്റെ അക്കൗണ്ടിൽ നിന്ന് നിക്ഷേപങ്ങൾ ഇടതടവില്ലാതെ പിൻവലിച്ച് പ്രബുദ്ധരായ പെരുങ്കുളത്തുകാരുടെ മാതൃകയിൽ പുസ്തകക്കൂടുകൾ നാടെങ്ങും നിറയട്ടെ എന്ന ആശംസകളോടെ അരുൺ ഗോവിന്ദക്കുറുപ്പ്, മാതൃഭൂമി ന്യൂസ്, കൊട്ടാരക്കര.